ഹായ് ഹലോ എല്ലാവർക്കും മല്ലീസ് കിച്ചൺ റെസിപ്പീസിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോ അരിപ്പൊടിയും പഴവും കൊണ്ടുണ്ടാക്കുന്ന നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. ഇതിനായിട്ട് ആദ്യം 2 അച്ച് ശർക്കര 200 ഗ്രാം ശർക്കരയിലോട്ട് 3 കപ്പ് വെള്ളം ഒഴിച്ച് നല്ലപോലെ നലിയിപ്പിച്ച് ശർക്കര പാനിയാക്കി എടുക്കാം. ശർക്കര അവിടെ ഇരുന്ന് ഒന്ന് മെൽറ്റായി അലിഞ്ഞു വരുന്ന സമയത്ത് ഞാൻ ഇതുപോലെ ഒരു നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. ഈ ഒരു വലിപ്പത്തിലുള്ള ഒരു പഴമാണ് എടുത്തിരിക്കുന്നത്. ഇനി അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് ഞാൻ ഇതുപോലെ ചെറിയ പീസായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു സൈസിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി അതൊന്ന് മാറ്റി വെക്കാം. ഇനി ഒരു ബൗളിലോട്ട് ഞാൻ 1 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇടിയപ്പത്തിനും പത്തിരിക്കൊക്കെ എടുക്കുന്ന വറുത്ത അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ചെറിയ ജീരകവും ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ അരിപ്പൊടിയിലോട്ട് ആ ഉപ്പും ഏലക്കാപ്പൊടിയും എല്ലാം ഒന്ന് നല്ല പോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലോട്ട് ഞാൻ 1/2 കപ്പ് തേങ്ങ കൂടി ചേർക്കുന്നുണ്ട്. ഞാൻ ആദ്യം തേങ്ങ ചേർക്കാനൊന്ന് വിട്ടുപോയതാണ്. തേങ്ങ കൂടി ചേർത്തിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. തേങ്ങ ഇതിൽ ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം തേങ്ങ കൂടി ചേർത്താൽ മതി. തേങ്ങ കൂടി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മളിതെല്ലാം മിക്സ് ചെയ്തെടുത്ത സമയമായപ്പോഴേക്കും നമ്മുടെ ശർക്കര പാനി റെഡി ആയിട്ടുണ്ട്. അത് ചൂടോടെ തന്നെ നമുക്ക് ഈ അരിപ്പൊടിയുടെ മിക്സിലോട്ട് ചേർത്ത് കൊടുക്കാം. നല്ല ചൂടോടെ തന്നെയാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. ഇനി ഇത് ഒട്ടും കട്ടകളില്ലാതെ ഇതുപോലെ ഒരു വിസ്ക് വെച്ചിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പെട്ടെന്ന് തന്നെ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ അരിപ്പൊടി കട്ട പിടിക്കും. അതുകൊണ്ട് ഇതുപോലെ ഒരു വിസ്ക് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്താൽ നല്ല പോലെ നമുക്ക് ഒട്ടും കട്ടകളില്ലാതെ മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പം ഞാൻ അത് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് മുകളിലോട്ട് കിടന്ന് കാണുന്നത് തേങ്ങയാണ്. തേങ്ങ ഇതുപോലെ ഒന്ന് പൊന്തി കിടക്കുന്നതായിരിക്കും. ഇനി അത് അടച്ചൊരു 10 മിനിറ്റ് മാറ്റി വെക്കാം. മാറ്റി വെക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഈ തേങ്ങാക്കൊത്തൊക്കെ ഒന്ന് വറുത്തെടുക്കുന്നതിന് വേണ്ടിയാണ്. ഇനി ഒരു പാനിലോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് അതിൽ ഞാൻ കുറച്ച് തേങ്ങാക്കൊത്ത് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. തേങ്ങാക്കൊത്തിൻ്റെ ഒപ്പം തന്നെ ഒരു 5-6 കറുത്ത മുന്തിരി കൂടി ഇട്ട് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. ഏത് റൈസിൻസ് ആയാലും കുഴപ്പമില്ല. ഇതും ഓപ്ഷണലാണ്. നിങ്ങൾക്ക് കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം. പക്ഷേ തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കുന്നത് ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മുടെ പലഹാരത്തിന്. ഇനി ബാക്കി വന്ന നെയ്യിലോട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ച പഴം കൂടി ചേർത്തിട്ട് പഴം ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മുഴുവൻ പഴവും നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഒത്തിരി അങ്ങ് കുഴഞ്ഞു പോകുന്ന പരുവത്തിൽ വഴറ്റിയെടുക്കരുത്. അതിൻ്റെ ആ പച്ചച്ചൊവയൊക്കെ ഒന്ന് മാറി ഒരു ഗോൾഡൻ കളറായി ഒന്ന് വെന്ത് വരുന്ന ആ ഒരു പരുവത്തിൽ ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഇതിലോട്ട് പഞ്ചസാരയൊന്നും ചേർക്കണ്ട. പഞ്ചസാരയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വേണമെങ്കിൽ കുറച്ച് ചേർക്കാവുന്നതാണ്. ഇപ്പം ഞാൻ പഴം നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ കുഴഞ്ഞു പോകാതെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പം ഞാൻ ആ വഴറ്റിയെടുത്ത പഴവും നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച അരിപ്പൊടിയുടെയും ആ ശർക്കര പാനിയുടെയും മിക്സിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ആ പഴം ആ കൂട്ടിലോട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഇപ്പോഴും നമ്മുടെ ബാറ്ററിന് നല്ല ചൂടോടുകൂടി തന്നെയാണ് ഇരിക്കുന്നത്. നമ്മൾ ശർക്കര പാനി ആ നല്ല ചൂടോടുകൂടി ചേർത്ത് കൊടുത്തതുകൊണ്ട്. ഇപ്പം ഞാൻ നല്ല പോലെ പഴവും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ എടുക്കാം. ആ പാനിൻ്റെ അടിയിലോട്ട് ഞാൻ വേറൊരു തവ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മുകളിൽ വെച്ചിരിക്കുന്ന പാനൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലോട്ട് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് റെഡിയാക്കിയ ബാറ്റർ മുഴുവനും ഒഴിച്ചു കൊടുക്കാം. ഞാൻ എടുത്ത പാനിലോട്ട് കറക്റ്റ് അളവായിരുന്നു ആ ബാറ്റർ. ഇനി അതിന് മുകളിലോട്ട് നമ്മൾ വറുത്ത് വെച്ച മുന്തിരിയും തേങ്ങാക്കൊത്തും ഞാൻ കുറച്ച് പഴത്തിൻ്റെ പീസും കൂടി അതിൻ്റെ മുകളിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊരു ഡെക്കറേഷന് വേണ്ടി ചേർത്ത് കൊടുക്കുന്നതാണ്. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 20 തൊട്ട് 25 മിനിറ്റ് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അടിയിലൊരു തവ വെച്ച് കൊടുക്കാനായിട്ട് മറന്നു പോകരുത്. ഡയറക്റ്റ് ഫ്ലെയിമിലോട്ട് വെച്ച് കൊടുക്കരുത്. അപ്പോൾ അടിഭാഗം കരിഞ്ഞു പോകും. ഇതുപോലെ താഴെ ഒരു ഇരുമ്പിൻ്റെ തവയോ പാനോ എന്തെങ്കിലും ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം മുകളിൽ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 25 മിനിറ്റ് 20 to 25 മിനിറ്റ്സ് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോഴേക്കും ഇത് നല്ലപോലെ വെന്ത് വരും. ഇപ്പം ഞാൻ നല്ല പോലെ അടച്ച് ആ അടപ്പിൽ കുറച്ച് ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ഞാനൊരു ടിഷ്യൂ വെച്ചിട്ട് ഒന്ന് അടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 25 മിനിറ്റ് നമുക്കൊന്ന് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 25 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് നല്ലപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് വെന്തോന്നറിയാനായിട്ട് നമുക്കൊന്ന് കുത്തി നോക്കാം. ഞാൻ ഇപ്പോൾ ഒന്ന് കുത്തി നോക്കുന്നുണ്ട്. നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. കണ്ടോ, മിഡിൽ ഭാഗം നടുഭാഗത്ത് വേണം ഒന്ന് കുത്തി നോക്കാനായിട്ട്. ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഒരു 2 മണിക്കൂറൊക്കെ കഴിയുമ്പോഴേക്കും ഇത് നല്ല പോലെ തണുത്ത തവയിൽ നിന്നൊക്കെ വിട്ടുവരുന്ന പരുവത്തിൽ നമുക്ക് കിട്ടുന്നതാണ്. അത് ഞാൻ ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലായിരിക്കും നമുക്ക് കിട്ടുക. നല്ല ഈസി ആയിട്ട് ഒട്ടും കരിഞ്ഞു പോകാതെ നമുക്കിത് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും.
ഇതുപോലായിരിക്കും ബാക്ക് സൈഡ് ഉണ്ടാവുക. അതിന് ഞാൻ തിരിച്ച് വീണ്ടും വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് കട്ട് ചെയ്ത് നോക്കാം. വളരെ എളുപ്പം നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണിത്. അധികം സമയമൊന്നും വേണ്ട. ഒരു 25 മിനിറ്റും പിന്നെ ആ ഒരു ശർക്കരപ്പാനിയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു സമയം മാത്രം മതിയാകും. ഇനി ഇതാ ഇതുപോലൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇതിലോട്ട് അധികം എണ്ണയുടെയോ നെയ്യുടെയോ ഒന്നും ആവശ്യമില്ല. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള പഴം കൊണ്ടുള്ളൊരു പലഹാരമാണ്. ഇതിപ്പോൾ അധികം ചൂടൊന്നും പോയിട്ടില്ല. ഞാൻ ചെറിയൊരു ചൂടോടെയൊക്കെയാണ് കട്ട് ചെയ്ത് കാണിക്കുന്നത്. ഇതുപോലായിരിക്കും ഉണ്ടാവുക. ഇതിൽ ഞാൻ മുട്ടയോ അങ്ങനെയൊന്നും ചേർത്തിട്ടില്ല. ഇതുപോലായിരിക്കും ഉണ്ടാവുക. കുറച്ചും കൂടെ ഒന്ന് തണുത്ത് വരുമ്പോൾ നല്ലപോലെ ഒന്ന് ആരെടുത്ത് വരുന്നതാണ്. ഇപ്പോൾ ചെറിയൊരു ചൂടോടുകൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ആരൊക്കെ വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പലഹാരമാണ്. അരിപ്പൊടിയും കുറച്ച് പഴവും ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കാണ്. എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പഴം കൊണ്ടുള്ള വേറെയും സ്നാക്ക് ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും നന്ദി. താങ്ക്